ഗൈസ് എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്നു. കണ്ണൻ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിച്ച് നോക്കാൻ പോണ ഗെയിമിൻ്റെ പേരാണ് ജൂറാസിക് പാർക്ക്. ബാക്കി നിങ്ങളങ്ങോട്ട് വായിച്ചെടുത്തോണം. നമ്മുടെ ഈ ചാനലിലെ മെയിൻ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഗെയിംസാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കളിക്കാൻ പോകുന്ന ജൂറാസിക് പാർക്കിൻ്റെ ഗെയിമാണ്. ഇത് നമ്മുടെ പി സിയിലുള്ളൊരു ടൈപ്പ് ഗെയിമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പി സിയിലുള്ള ഗെയിംസ് ഒന്നും കളിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പി സി ഇല്ല ഗൈസ്. അത് കാരണം പി സിയിലെ വലിയ അടിപൊളി ഗെയിംസൊന്നും എനിക്ക് കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന നല്ല നല്ല ഗെയിംസ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയും തരും. കൂടാതെ അതിൻ്റെ ഗെയിം പ്ലേയും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നതിനാ നമുക്ക് നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാണ് ഗെയിമിൻ്റെ ഇൻട്രോഫേസ്. അപ്പോൾ ഇത് നമുക്കിവിടെ പ്ലേ കൊടുക്കുക എന്നുള്ളതുകൊണ്ട് എന്തൊരു കഷ്ടമാണ് ഈ പറയണത്. അപ്പോൾ ഗൈസ് ഇത് ഇവിടെ പ്ലേ കൊടുക്കാനുള്ളതുകൊണ്ട് പിന്നെ ഇവിടെ ഇത് നെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ക്യാഷ് കിട്ടും. പിന്നെ ഷോപ്പുണ്ട്. പിന്നെ എന്തോ ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ നമുക്കിവിടെ കാശ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട്. പിന്നെ ഞാനിത് 2 ദിവസമായി ഇപ്പോൾ കളിക്കാൻ തുടങ്ങിയിട്ട്. അത് കാരണം നല്ല കുത്തിയിരുന്ന് കളിക്കുന്ന കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ തന്നെ 3 ആനിമൽസിനെ കിട്ടും. 3 ആനിമൽസ് അല്ല, ജൂറാസിക് പാർക്കിന്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായി കളിക്കാൻ കാരണം 2000 കോയിൻ കിട്ടിയായിരുന്നു. ആ 2000 കോയിന് ഞാനൊരു റാപ്റ്ററിനെ മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റാപ്റ്റർ കൂട്ടൻ. റാപ്റ്ററിന് കുറേ സ്കിന്നൊക്കെ ഉണ്ട്, അടിപൊളി സ്കിന്നൊക്കെയാണ് കാണുന്നത്. ഈ സ്കിന്ന് കുറച്ചും കൂടി കൊള്ളാം, ഇതും കൊള്ളാം. അപ്പോൾ എനിക്കിപ്പോൾ സ്കിന്നൊന്നും മേടിക്കാൻ എൻ്റെ ഈ നെറ്റുണ്ട്, പക്ഷേ ഞാൻ ഇത് ഓഫ്ലൈൻ ഗെയിം കാരണം ഞാനിപ്പോൾ ഇത് ഓഫ്ലൈനിലാണ് കളിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഈ ലോഡ് സ്ക്രീനും കുറച്ചും കൂടി നന്നായിട്ടുണ്ട് കേട്ടോ, ഒരു ടീറക്സിൻ്റെ ഒക്കെ ഫേസ് ഉള്ളത്. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ വന്നിട്ടുണ്ട്. ഇതെന്താ ഗൈസ് ഞാൻ കറുത്ത റാപ്റ്റർ ആയത്? ഈ റാപ്റ്ററിൻ്റെ സ്കിന്ന് കൊള്ളാമല്ലേ, ഒരു കറുത്ത റാപ്റ്റർ. നല്ലൊരു രസമുണ്ട് ഈ സ്കിന്ന്. അല്ല ഗൈസ്, ഈ രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് റാപ്റ്റർ കറുത്ത റാപ്റ്റർ. ഗൈസ് നമ്മുടെ ഫുഡ് ലെവലൊക്കെ കണ്ട ഗൈസ്, ഭയങ്കര കുറവാണ് ഫുഡ് ലെവലൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇങ്ങനെ കുടിക്കാം ഗൈസ്. എല്ലാവരും കളിച്ച് നോക്കുക, അടിപൊളി ഗെയിമാണ്. നമുക്ക് അതിൻ്റെ ഇങ്ങനെ വേട്ടയൊക്കെ ഇടാൻ തോന്നുന്നു ഗൈസ്. അവിടെ ഒരു റാപ്റ്ററാണ്, എന്തോ ഒരു ജന്തുവിനെ അവിടെ കാണുന്നുണ്ട്. ഇത് കണ്ട ഗൈസ്, അത് ഭയങ്കര വലിയ എന്തോ ജന്തുവാണ് ഗൈസ്. റാപ്റ്ററാണ് ഗൈസ്, റാപ്റ്റർ അല്ലെന്ന് തോന്നുന്നു. നമ്മുടെ വാട്ടർ ലെവൽ ഫുള്ളായിട്ടുണ്ട്. നമുക്കിനി പോകാം. ഇനി ഫുഡ് വേണം ഗൈസ്. ഫുഡ് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ഇവൻ വല്ല ജന്തുവിനെയും വേട്ടയാടട്ടെ. അതുവരേക്കും നമുക്കിവിടെ കുറച്ച് നേരം ഇരിക്കാം. ഇവൻ ഇവിടെ വലിയ ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഇത് നമുക്കുണ്ടായി ഒരു പാമ്പും കുഞ്ഞിനെ പോലെ വളഞ്ഞു കിടക്കുകയാണ് നമ്മുടെ റാപ്റ്റർ കുട്ടൻ. ഗൈസ് അവൻ നല്ല ഫൈറ്റ് എടുത്ത് അവിടെ കൊന്നിട്ടിട്ടുണ്ട് ഗൈസ് ഒരെണ്ണത്തിന്. അവനെ പോകുന്നുണ്ട് അങ്ങാട്. നമുക്കപ്പോൾ പോയി ഫുഡ് കഴിക്കാം. ഇതേ റാപ്റ്റർ ഗൈസ്, റാപ്റ്റർ നമുക്ക് അവനെ പോയി ഹെൽപ്പ് ചെയ്തല്ലോ ഗൈസ്. ഇതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഫ്രണ്ടാക്കാനൊന്നും പറ്റിയല്ലോ ഗൈസ്. അയ്യോ ഗൈസ്, മറ്റേ അവൻ വരുവാ. അവൻ വരികണ വളഞ്ഞു ഓടിയിട്ടുണ്ട്. വാടാ, നീ ഇറങ്ങി വാടാ, നീ ആണായി വാടാ. അയ്യോ ഇതെന്താ എന്തൊരു ഇങ്ങനെ കിടക്കണം. അയ്യോ ഇവൻ വെള്ളത്തിൽ നിന്ന് കയറിയ ഇല്ല. നമുക്കിവിടെ ഫുഡ് കിടക്കണം, ഫുഡ് പോയി കഴിക്കാം. നമ്മളെ കൊന്ന പണിയാണ് നമ്മൾ. പിന്നെ ആനിമൽസിനെ കൊല്ലുന്നാലേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. ആനിമൽസിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാഷ് കിട്ടുള്ളൂ. ഓരോന്നിനും ഓരോ റേറ്റാണ്. ഇങ്ങോട്ടാണ് അവൻ. അയ്യോ മാറ് കഴിച്ചു മതി കൂടി. ഓടാൻ വേണ്ട. ഇങ്ങോട്ട് വന്നാൽ നിന്നെ പണിയോടാ. നീ കയറി വളരെ ധൈര്യമുള്ളതാണ്. അയ്യോ വെള്ളത്തിലോട്ട് പോലെ. നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാം. നമ്മുടെ ഫുഡ് ലെവൽ ഭയങ്കര സ്റ്റോക്കാണ്, അത് കഴിക്കാം. ഇങ്ങോട്ട് വരരുത്. ഓടണം ഗൈസ്. മറ്റവനെ കൊന്ന ഗൈസ്, അമ്മമാരെല്ലാം കൂടി അവനെ കൊന്നെന്ന് തോന്നുന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്ന കാരണം ഇങ്ങോട്ടാരും മഞ്ഞില്ല കേട്ടോ. ഇങ്ങോട്ടാണ് അവനത്. അയ്യോ കടിക്കല് കൂട്ടുകാരാ ഞാൻ ടീച്ചറിന് കൂട്ടുകാരാ. അയ്യോ ഇങ്ങോട്ട് വന്നാൽ നിന്നെ കൊന്നണേ. വട്ട കളിക്കാൻ കൊച്ചിർക്കാ പോടാടാ. 3 പേര് കുറേ നേരം എനിക്ക് പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലേ എൻ്റെ റാപ്റ്ററിൻ്റെ മൈൻഡ് ഓപ്പണാണ്.
നിനക്ക് ഇടവനുണ്ട്. അയ്യോ ഞാൻ ഇടോ അയ്യോ ഇടവൻ ചത്ര ഇടവൻ വെള്ളത്തിൽ നിന്ന് ചാകുവാടായി. ഓ ഇവന്മാരൊക്കെ കയറി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും കേട്ടോ ഗൈസ്. ഗൈസ് ഈ ഫുഡ് ഇതിൻ്റെ അകത്ത് മറ്റേ ഗണത്തിൻ്റെ അകത്തായിട്ട് ഉള്ള ഗണറ്റി മാംസം കയറിയണ പോലെയാണ് ഇവന്മാരുടെ ഫുഡ് ലെവൽ കയറണത്തത്. ഞാൻ എന്തോരം നേരം എന്നറിയാമോ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് ഫുഡും കയറുന്നില്ല. അതെ അപ്പം വന്നിട്ട് ഇവൻ ഇപ്പം അടിച്ച് ഇപ്പം അടിച്ച് ഇങ്ങോട്ട് വന്നു അണ്ണാ ഒന്നും ചെയ്യില്ലേ. ഞങ്ങൾ കയറി ഇവനെ അടിച്ചാൽ ഒറ്റ മൈൻഡ് അടിയടാ അവനെ കയറി അടിയടാ ചാടിപ്പിടിയടാ. അയ്യോ കടിക്കില്ലേ കൊന്നെന്നെ ഇവൻ വെള്ളത്തിൽ ചാടരുത്. വെള്ളത്തിൽ ചാടിയെ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല ഗൈസ്. നമ്മൾ നീന്തലായിരിക്കും ഗൈസ്. ഇവിടെ എന്തോ ഒരു O2 എന്ന് കാണിക്കുന്നുണ്ട്, ഓക്സിജൻ ആണെന്ന് തോന്നുന്നത്. അയ്യോ ഇത് നമ്മൾ ഞാൻ നരനായി ഗൈസ്. ഈ മാംസം ഞാൻ പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മളാരും അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല എന്നൊരു ധൈര്യത്തോടെ നമുക്കിവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഇത് നമുക്കൊന്നുകൂടി നരനാകേണ്ടി വരും. മാംസം ഇങ്ങോട്ട് തള്ളി നീക്കാൻ പറ്റുമെന്ന് നോക്കാം. വെള്ളത്തിൽ അതെ ഇതെന്നെ വഞ്ചി പോലെ തുഴഞ്ഞു പോകണം. അങ്ങോട്ട് നീങ്ങ്. ഗൈസ് നമ്മൾ സ്വന്തമായിട്ട് വേട്ടയാടി പിടിക്കേണ്ടി വരും. പിന്നെ ഈ റാപ്റ്റർ മരിക്കാൻ നേരത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആവുന്നതാണ്. അതാണ് നിങ്ങൾക്ക് സന്തോഷമാണെന്ന് എനിക്ക് അറിയാം. പിന്നെ എല്ലാവരോടും പറഞ്ഞില്ലെന്ന് വേണ്ട, നമ്മൾ വലിയ നന്മമരമൊന്നും ആകുന്നില്ല. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ കമൻറ്റും ചെയ്യുക. അയ്യോ കയറേ നമുക്കിനി ഫുഡ് അടിക്കാം. എന്താണ് മരിക്കണ? അയ്യോ ചോര. വെള്ളം വേണ്ട, എനിക്ക് ഫുഡ് മതി. എൻ്റെ വെള്ളത്തിലാണ് ഗൈസ്. ഇനി ഫുഡ് കഴിക്കാം ഗൈസ്. നമ്മുടെ ഇന്ന് ഫുഡ് വയറ് നിറഞ്ഞിട്ടേ ഞാനിന്ന് വരുന്നുള്ളൂ. അപ്പം നിങ്ങളെ കാണിച്ച് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. അവന്മാരവിടെ ഭയങ്കര ഫൈറ്റാണ് ഗൈസ്. ഞാനിവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അത് ചില്ലൊക്കെ ഇടിക്കണം. വാടാ നീ നീന്തി വാടാ നീ നിൻ്റെ മുട്ടിന് വേറെ. അയ്യോ ഗൈസ് ഫുഡ് പോയി. എൻ്റെ അണ്ണ നിങ്ങളെ അതെ ഗൈസ് എന്നെ പിടിക്കാനാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുമായിട്ടൊന്നും അടിക്കാൻ റാപ്റ്റർ ആയില്ല. കാല് പിടിക്കാൻ പോകണമേ. ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. ആരാണ് പോലെ തന്നെ കേട്ടോ ഈ മാപ്പ്. ഇത് ഭയങ്കര വ്യക്തിപരമായിട്ടുള്ളൊരു ഗെയിമും കൂടിയാണ്. പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ വല്ല പുറത്ത് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മൈൻഡ് ഉണ്ടാവും. നമുക്ക് മൈൻഡാണെങ്കിൽ മൈൻഡാം. നമുക്ക് എന്തിനെങ്കിലും പോയി വേട്ടയിടണമെങ്കിൽ നമ്മളിവിടെ തട്ടി കളിക്കണമല്ലാതെ നമുക്കിത് ഇവിടെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഈ പച്ചയും ചുമന്നതും കാണിക്കുന്നുണ്ട്. എനിക്ക് ചുമന്നത് നമുക്ക് തല്ലാൻ പറ്റാത്ത മോബും പിന്നെ പച്ച നമുക്ക് എളുപ്പത്തിൽ അടിക്കാൻ പറ്റിയ മോബുവാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ച് അടുത്ത് ഇവിടെ ഒരു പച്ച കാണിക്കുന്നുണ്ട്, അതുവരെയും പോകണം. നമുക്ക് ഈ കുറ്റിക്കാട്ടി കുറച്ച് നേരം കേട്ടോ. എന്താ എൻ്റെ ഹെൽത്ത് ബാർ നോക്കി എനിക്ക് ഞെട്ടുന്നു. ഫുഡ് ഒരു തരി പോലും ഇല്ല കൈസ് എൻ്റെ വയറ്റി. ഞാൻ മിക്കവാറും വിശന്ന് ചാക്കാൻ സംശയമുണ്ട്. എൻ്റെ ഹെൽത്ത് ആ പണ്ടാരം കാലം അടിച്ച് നശിപ്പിച്ചവൻ എന്നെ കൊന്നവൻ ദുഷ്ടൻ. ഗൈസ് നമ്മുടെ ഇത് എനിക്ക് തോന്നുന്ന സ്റ്റാമിനാണെന്ന് തോന്നുന്നു. സ്റ്റാമിന ഫുള്ളായിട്ടുണ്ട്. എഴുന്നേരി മതി, ഉറങ്ങിയത് പോരെ. ഗൈസ് ഇനിയുടെ ഫ്രണ്ടാക്കാൻ പറ്റാത്ത കാരണം ഇനി നമുക്ക് ആരെയും വിളിക്കാനൊന്നും പറ്റത്തില്ല ഫ്രണ്ടാക്കാൻ. ഓടുക അത്രയേ ഉള്ളൂ. ഗൈസ് ഇവിടെ എന്തൊരു അയ്യോ ഇരുന്നതാണ്. ഇവൻ നമ്മളെ തല്ലുവോ ഗൈസ്? തല്ലുക നോക്കണം. ഗൈസ് ഈ വെള്ളത്തിൽ എടുത്ത് നിൽക്കേണ്ടി ഇവനെ നമുക്ക് അടിക്കാൻ പറ്റുമെന്നാണ് പറയണത്. നമുക്ക് വേണമെങ്കിൽ ഇവനൊക്കെ അടിച്ചേക്കാം. എന്താടാ നീ ആള് കളിക്കണത്?
എന്താടാ നീ വലിയ നിൻ്റെ ഏരിയയിലെ ആളാണെങ്കിൽ ഞാൻ ഈ നാട്ടിലെ വലിയ ആളാണ്. ഇങ്ങനെ എത്തണ പോലും ഇല്ല. നമുക്ക് ചാടി അടിക്കാം. എന്താണ് ആരാണ് ആരാണ് കടി 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 അയ്യോ ഇതെന്നെ സംഭവം. ചാടിക്കടി ആ കടിച്ചു കടി ചാടിക്കടി ചാടിക്കടി ആടി തന്നെ അത് തന്നെ കടി അങ്ങനെ ചാടിക്കടി ചാടിക്കടി ആ കടിച്ചിരുന്നു. ഇങ്ങനെ കടിച്ചിരിക്കാൻ കേട്ടോ, അതൊരു ഉപകാരമായി. ഇവനെ കൊല്ലണം. ഫുഡില്ല ഇവനെ കൊല്ലണം. ചാടിക്കടി എടാ കടിയടാ മോനെ. എൻ്റെ പൊന്നെ രാത്രി ഭയങ്കര പണിയാണ് കേട്ടോ. റാപ്റ്ററിന് ഒടുക്കത്തെ ഹെൽത്താണ്. ഹെൽത്തില്ല റാപ്റ്ററിന്. പോഴൻ കടിയടാ അവനൊക്കെ കടിച്ച് കൊല്ലടാ. നിനക്ക് എന്നെ ബുദ്ധിയില്ലടാ ജന്തു. പക്ഷെ അയിരിൻ്റെ അകത്ത് ഈ സാധനമൊന്നുമില്ലല്ലേ. അതാണ് അയിരിലില്ലാത്ത പല സാധനങ്ങളും ഉണ്ട്. ചാകട ഒന്നും ഇവൻ എന്തോരം ഡാമേജാണ് വെച്ച് ഞാൻ കൊടുത്തത്. ഇവൻ്റെ മേലെ മുഴുവൻ ഞാൻ വെച്ചു. അടി പക്ഷെ ഇവനെ നമുക്ക് കടിച്ച് കൊന്നിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. ഗായ്സ് എത്ര നേരമായി ഗായ്സ്. പണ്ടാരത്തിനൊന്ന് കൊല്ലാൻ നോക്കിയിട്ട് ചാകുന്നില്ല ഇവൻ ഒടുക്കത്തെ പാടാണ് ചാകാൻ. ഇവൻ ഇന്ന് ഇവനെ തിന്നിട്ട് തന്നെ ആ കാര്യം. ഇവിടെ വെള്ളത്തിലിട്ട് പോലെടാ മോനെ. ഇവിടെ കരയിലേക്ക് പോടാ മോനെ. നിന്നെ എത്ര നേരമായി ഗായ്സ്. മിക്കവാറും നമ്മൾ ഭക്ഷണമില്ലാതെ മരിക്കേണ്ടി വരുന്നതാണ്. എടാ ഇതെന്തെന്നാടാ ഗായ്സ്. ഇവിടെ പ്ലേയേഴ്സ് കൂടിയ കാരണം ലേശം ലാഗുണ്ട് ഗായ്സ്. എൻ്റെ സ്ക്രീൻ മുഴുവൻ ചോരയാണ് ഗായ്സ്. ഞാനിപ്പോൾ ചാകുവേ. എടി ഇവൻ എന്നാടാ ഇത് ഇത്ര നേരെ. നിങ്ങൾ അയ്യോ ദേ ഞാൻ വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഞാൻ പിന്നെ നരനായി. ഓഹോ വല്ലാത്തൊരു നരൻ. എടാ മേലോട്ട് കയറ്. ആ ഗായ്സ് നമ്മുടെ ചത്തിട്ടുണ്ട്. നല്ല സമാധാനമുണ്ട്. അപ്പോൾ ഗായ്സ് നല്ലൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരേക്കും ഒരു ചിന്ന ബ്രേക്ക്. ഇനി ഇതിൻ്റെ അകത്ത് കുറേ ആനിമൽസ് ഉണ്ടല്ലോ, അവരായിട്ട് കളിച്ചിരിക്കും നമ്മൾ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ സി യു ഗുഡ് നൈറ്റ് വെരി മച്ച്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ കമൻറ്റും ചെയ്തു. തെറിയൊന്നും കമൻറ്റ് ചെയ്തു പ്ലീസ്.